കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 3 പേരെ തിരിച്ചറിഞ്ഞു. പാറോലിക്കൽ സ്വദേശി ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് മരിച്ചത്. പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപമായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ട്രെയിനു മുന്നിലേക്ക് 3 പേരും ചാടുകയായിരുന്നു എന്ന് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ലോക്കോ പൈലറ്റിന്റെ മൊഴി അനുസരിച്ച് ആത്മഹത്യ എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഇവരുടെ പശ്ചാത്തലം? ഈ കുട്ടികൾക്കൊക്കെ എത്ര വയസ്സാണ്? എന്തൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ? ലക്ഷ്മി, 10 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ ഇവാന, 11 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ അലീന എന്നിവരെ കൂട്ടിയിട്ടാണ് ഈ കുട്ടികളുടെ അമ്മ ഷൈനി കുര്യൻ ട്രെയിനിന് മുന്നിലേക്ക് ചാടിയത്. ഇന്ന് പുലർച്ചെ 5:30 മണിക്ക് ഏറ്റുമാനൂരിലെ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ചിട്ടാണ് നിലമ്പൂർ എക്സ്പ്രസ് എന്ന ട്രെയിനിന് മുന്നിലേക്കാണ് ഈ അമ്മയും മക്കളും ചാടിയത്. ഈ പൈലറ്റ് പറയുന്നതനുസരിച്ച് നിർത്താതെ ഹോൺ മുഴക്കിയിരുന്നു. പക്ഷെ എങ്കിലും ട്രാക്കിൽ നിന്നും മാറാനായിട്ട് ഇവർ 3 പേരും തയ്യാറായിരുന്നില്ല എന്നാണ് ലോക്കോ പൈലറ്റ്, ഇടിച്ച ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. നിലവിൽ ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നു 3 പേരുടെയും മൃതദേഹങ്ങൾ ട്രാക്കിന് സമീപത്ത് ഉണ്ടായിരുന്നത്. RPF-ഉം അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ പോലീസും എത്തിയിട്ടാണ് മേൽ നടപടികൾ സ്വീകരിച്ചത്. മൃതദേഹങ്ങൾ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും വീട്ടുകാർക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നുണ്ടാവുക. ഈ ആത്മഹത്യ ചെയ്യാൻ കാരണം നിലവിൽ കുടുംബ പ്രശ്നങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ഈ അമ്മ ഷൈനി അവരുടെ ഭർത്താവ് തൊടുപുഴ സ്വദേശിയായിട്ടുള്ള നോബി ലൂക്കോസുമായിട്ട് പിരിഞ്ഞു കഴിയുകയായിരുന്നു. കഴിഞ്ഞ 9 മാസങ്ങളായിട്ട് ഷൈനി പാറോലിക്കലുള്ള സ്വന്തം വീട്ടിലാണ് മക്കളുമായിട്ട് താമസിച്ചു വന്നിരുന്നത്. ഡിവോഴ്സ് സംബന്ധമായിട്ടുള്ള കേസ് നടപടികൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ദാരുണ സംഭവം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭർത്താവ് നോബി നിലവിൽ ഇറാഖിലാണ് ഉള്ളത്. ഒപ്പം രാവിലെ പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഈ അമ്മ 2 കുട്ടികളെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് പോയതെന്നാണ് അടുത്ത ബന്ധുക്കളടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടും ഇവർ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നതെന്നും ഈ ബന്ധുക്കൾ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. BSc നേഴ്സായിരുന്നു ഷൈനി. പക്ഷെ കുറെ കാലമായിട്ട് ആ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. അടുത്തിടെ വീണ്ടും ജോലിക്ക് ശ്രമിച്ചിരുന്നു. പക്ഷെ ആ ജോലി കിട്ടിയിരുന്നില്ല. അത്തരത്തിലുള്ള സങ്കടങ്ങളും അതോടൊപ്പം തന്നെ ഈ ഡിവോഴ്സ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ആവാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന നിഗമനമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഏറെ ദാരുണകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. തീർച്ചയായും വളരെ വളരെ സങ്കടകരമായ വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.